എൽ ബി എസിനകത്ത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനെ കുറിച്ചിട്ട് പല കുട്ടികൾക്കും വളരെയധികം ഡൗട്ട്സുകൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എൽ ബി എസിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ഇതിന് മുൻപേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻസിനെ കുറിച്ചിട്ടൊന്ന് കേൾക്കുക. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എൽ ബി എസ് പ്രൈവറ്റ് മാനേജ്മെന്റ് അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഇങ്ങോട്ടെല്ലാം നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡെക്സ് മാർക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് എൽ ബി എസിലും പ്രൈവറ്റ് മാനേജ്മെന്റിലും ക്രിസ്ത്യൻ മാനേജ്മെന്റിലും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരെ അല്ലെങ്കിൽ CBSE ICSE സിലബസിൽ പഠിച്ചവരെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എൽ ബി എസ് വഴി നമ്മൾ BSc നഴ്സിംഗ് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. അതിൽ എൽ ബി എസ് വഴി സ്റ്റേറ്റ് സിലബസിലുള്ള ഒരു സ്റ്റുഡൻറ് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ് സിലബസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 120 ഇതിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, ബയോളജിക്ക് ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഫിസിക്സിന് ഇപ്പോൾ ഒരു 116 കെമിസ്ട്രിക്ക് ഒരു 115 ബയോളജിക്ക് ഒരു 114 അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 345 അപ്പോൾ ഈ 345നെ 300ലേക്ക് നമ്മൾ ആക്കും. അപ്പോൾ 300ലേക്ക് നമ്മൾ ആക്കുമ്പോൾ ഇൻഡെക്സ് മാർക്ക് എൽ ബി എസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതായത് സ്റ്റുഡൻസിന് കിട്ടിയ മാർക്ക് 345 ആണെങ്കിൽ അതിനെ ടോട്ടൽ മാർക്ക് 360 ഇപ്പോൾ 345 ഡിവൈഡഡ് ബൈ 360 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.958 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. ഈ പോയിന്റ് നമുക്ക് 58 വരുമ്പോൾ അത് നമ്മൾ 0.96 എന്നുള്ളത് നമ്മളാക്കുക. അപ്പോൾ നമുക്കിതിനകത്ത് ടോട്ടൽ 300ലേക്കാണ് ആക്കേണ്ടത്. അപ്പം അങ്ങനെ വന്ന് കഴിയുമ്പോൾ ആൻസർ നമുക്ക് 288 കിട്ടുക. അതായത് ഈ സ്റ്റുഡൻസിൻ്റെ ഈ 116, 114, 115 ഇത്രയും മാർക്സ് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് സ്റ്റുഡൻസിൻ്റെ ഇൻഡെക്സ് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ 288 ഈ കുട്ടിയുടെ ടോട്ടൽ ആയിട്ടുള്ള ഇൻഡെക്സ് മാർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എൽ ബി എസിന് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി CBSE ICSE സിലബസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എൽ ബി എസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 100 തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. അതായത് 100+100+ ദാറ്റ് മീൻസ് 300 ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 300ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ മാർക്ക് മാത്രം ആഡ് ചെയ്യുക. സ്റ്റുഡൻസിന് ഇപ്പോൾ ഫിസിക്സ് ഒരു 94 മാർക്കാണ്, കെമിസ്ട്രിക്ക് ഒരു 90 മാർക്കാണ്, ബയോളജിക്ക് ഒരു 95 മാർക്കാണെങ്കിൽ ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അതാണ് ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക്. അതായത് ഈ സ്റ്റുഡൻറ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 279 ഈ പറഞ്ഞ വാല്യൂ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് 279 അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എൽ ബി എസിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് കേരള സിലബസ് ആണ്, അതിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യുക. CBSE ICSE സിലബസ് ആണെങ്കിൽ ഓൾറെഡി അത് 300 സ്റ്റുഡൻസിന് ടോട്ടൽ മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് CBSE ICSE സിലബസിൻ്റെ എൽ ബി എസിലേക്കുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ വരുന്നത്. അടുത്തത് PNC മാക്കിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇംഗ്ലീഷ് ആണ് വേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 120 × 3 വരുമ്പോൾ 360 പ്ലസ് ഇംഗ്ലീഷിൻ്റെ മാർക്ക് 100 നമുക്ക് വരുന്നത്. അപ്പം അങ്ങനെയാണ് ടോട്ടൽ 460 വരുന്നത്. അപ്പോൾ ഇതിൽ എത്രയാണോ സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക്, അതായത് ഇപ്പോൾ ഫിസിക്സിൽ ഒരു 110, കെമിസ്ട്രിയിൽ ഒരു 112, അതുപോലെ ബയോളജിയിൽ ഒരു 116, ഇതിനോട് കൂടി ഇംഗ്ലീഷിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്യുക. ഇംഗ്ലീഷിന് ഒരു 95 അപ്പോൾ ഇതിൻ്റെ എല്ലാം ടോട്ടൽ വരുന്നത് എത്രയാണോ അതാണ് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക്. സോ 433 ഇവിടെ ആ കുട്ടിയുടെ PNC മാറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഇത് 433 എന്ന് നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് PNC മാക്കിൽ തന്നെ CBSE ICSE സിലബസിലുള്ളവരാണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ്. ഇത് എല്ലാത്തിലും 100 അതായത് 96 മാർക്ക് ഇപ്പോൾ ഫിസിക്സിനാണെങ്കിൽ, കെമിസ്ട്രിക്ക് ഒരു 92, ബയോളജിക്ക് ഒരു 94, ഇംഗ്ലീഷിന് ഒരു 98. അപ്പോൾ ഈ മാർക്കുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 380 മാർക്കാണ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് അതായത് 460 അവരുടെ ടോട്ടൽ. അപ്പോൾ CBSE ICSE ടോട്ടൽ 400 സ്റ്റുഡൻസിൻ്റെ മാർക്ക്
ടോട്ടൽ മാർക്ക് 350 അതുകൊണ്ട് ഇതിനെ നമ്മൾ 10% നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 350ൻ്റെ 10% എന്ന് പറയുമ്പോൾ 38. അപ്പോൾ നമുക്ക് 350 + 38 ഇതാണ് ഇൻഡെക്സ് മാർക്ക് ആയിട്ട് വരുന്നത്. അപ്പം 418 ഇവരുടെ ഒരു ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് സീറ്റിലേക്ക്, അതായത് AMCFS നമ്മൾ ഓൺലൈൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയും LPSനെ കുറിച്ചിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസിലെ ഓരോ ഓപ്ഷൻസ് എവിടെ വെക്കണം എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.